ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 അടിപൊളിയായിട്ടുള്ള എക്സസൈസുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഈ ഒരു വർക്കൗട്ട് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിലൊന്നും പോകാൻ സമയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ വ്യായാമം ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള സമയം കിട്ടുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ വ്യായാമം അറിയില്ല എന്ന് പറയുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ട് പ്ലാൻ ആണ്. 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്തു തീർക്കാൻ പറ്റും. ഫുൾ ബോഡി എക്സസൈസുകളാണ്. ഇതിനകത്ത് 5 എക്സസൈസുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അടിപൊളിയായിട്ടുള്ള 5 വ്യായാമങ്ങളാണ്. അപ്പം ഈ 5 വ്യായാമങ്ങൾ നിങ്ങൾ ആദ്യത്തെ 5 മിനിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ 10 സെക്കൻഡോ 15 സെക്കൻഡോ റെസ്റ്റിന് ശേഷം നിങ്ങളുടെ അടുത്ത സെക്ഷനിൽ ഈ 5 വ്യായാമങ്ങൾ വീണ്ടും ആവർത്തിക്കുക 5 മിനിറ്റ്. ഓക്കെ, അങ്ങനെ 2 സെക്ഷനുകളായിട്ടാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത്. 5 മിനിറ്റ് 5 മിനിറ്റ്, അങ്ങനെ മൊത്തം 10 മിനിറ്റ് എക്സസൈസുകളാണ്. കിടിലൻ വർക്കൗട്ട് റുട്ടീനാണ്. നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം അധികം ദീർഘിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. നമ്മൾ ആദ്യം ചെയ്യുന്ന വർക്കൗട്ട് എന്ന് പറയുന്നത് ഗോബ്ലറ്റ് സ്ക്വാട്ട് എന്ന് പറയുന്ന എക്സസൈസ് ആണ്. സുമോ സ്ക്വാട്ട് എന്നൊക്കെ പറയും. ഓക്കെ, അതിന് നിങ്ങൾ കാലുകൾ ഇതേപോലെ ഒന്ന് വൈഡ് ചെയ്ത് വെക്കുക. ഞാൻ ഈ വെച്ചേക്കുന്ന കണക്ക് ഇതേപോലെ നിങ്ങൾക്ക് വൈഡ് ചെയ്ത് വെക്കാം. വൈഡ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്യുന്നത് കണക്ക് തന്നെ ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൈ ഇതേ കണക്ക് നേരെ പിടിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹിപ്പ് ഭാഗത്തായിട്ട് കൈ വെക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, ചെയ്യുന്ന ഫോം കറക്റ്റ് ആയിരിക്കണമെന്ന് മാത്രം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ആദ്യത്തെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഇന്നോട്ട് തന്നെ ഈ വർക്കൗട്ട് പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കിക്കോളൂ. അപ്പം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അപ്പം 15 റെപ്പിറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാം. 15 തൊട്ട് 20 റെപ്പിറ്റേഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ബ്രേക്ക് എടുക്കേണ്ട നെക്സ്റ്റ് എക്സസൈസിലോട്ട് പോവുക. ഓക്കെ, ഇപ്പം നമ്മൾ നമ്മുടെ കാലുകൾക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് വ്യായാമം ചെയ്തത്. അടുത്തായിട്ട് നമ്മൾ നീ പുഷപ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ മുട്ടുകൾ ഇതേ കണക്ക് ഫ്ലോറിൽ വെക്കുക. അതിനുശേഷം കൈ ഷോൾഡർ അകലത്തിലോട്ട് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഈ ഒരു ഷോൾഡർ വിത്തിലോട്ട് വെക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നിങ്ങളുടെ അപ്പർ ബോഡി, നിങ്ങളുടെ ട്രൈസെപ്സ്, ചെസ്റ്റ് മസിൽ, ഷോൾഡർ മസിലിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സസൈസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, 15 റെപ്പിറ്റേഷൻ ചെയ്യുക. അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ഗ്ലൂട്ട് ബ്രിഡ്ജ് ആണ്. ഗ്ലൂട്ട് ബ്രിഡ്ജ് നല്ല സൂപ്പർ ഒരു എക്സസൈസ് ആണ്. നമ്മുടെ ലോവർ ബാക്കിനൊക്കെ നല്ല സ്ട്രെങ്ത് തരാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഹാംസ്ട്രിങ് മസിലൊക്കെ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് കൂടിയാണ്. അതിന് നിങ്ങൾ ഫ്ലോറിൽ ഇങ്ങനെ കിടക്കുക. ഓക്കെ, കൈകൾ ഇതേ കണക്ക് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ഇതേ കണക്ക്. ഓക്കെ, ഈ ഒരു പൊസിഷനിലോട്ട് നിങ്ങൾ വരും. അതിനുശേഷം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അങ്ങനെ നമ്മൾ 15 റെപ്പിറ്റേഷൻ നമ്മൾ ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് പ്ലാങ്ക് ആണ്. ഓക്കെ, പ്ലാങ്ക് ചെയ്യാൻ നമുക്ക് എൽബോ പ്ലാങ്ക് ആണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എൽബോ പ്ലാങ്ക് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നോർമൽ പുഷപ്സിന്റെ രീതിയിൽ ഇതേ കണക്ക് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്ലാങ്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, എൽബോ പ്ലാങ്ക് ആണെങ്കിൽ അത്രയും എഫക്റ്റീവ് ആണ്. അപ്പം ഇതേ കണക്ക് എൽബോ പ്ലാങ്ക് ചെയ്യുക. ബോഡിയൊക്കെ സ്ട്രെയിറ്റ് ആക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പൊസിഷനിൽ നമുക്ക് എൽബോ പ്ലാങ്ക് ചെയ്യാവുന്നതാണ്. കമോൺ, എത്ര മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന സമയത്തോളം
നിങ്ങൾ ഹോൾഡ് ചെയ്യുക. തുടക്കക്കാർക്കൊക്കെ വലിയ പാടായിരിക്കും ഇങ്ങനെ എൽബോ പ്ലാങ്ക് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ആദ്യം കാണിച്ചു തന്ന പൊസിഷനിലുള്ള പ്ലാങ്ക് നിങ്ങൾ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പം ഇതേ കണക്ക് പ്ലാങ്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇതേ കണക്ക് നിങ്ങൾ പ്ലാങ്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഞ്ചാമത്തെ എക്സസൈസ്, ഫൈനൽ എക്സസൈസ് എന്ന് പറയുന്നത് ലെഗ് റൈസ് ആണ്. അപ്പം ലെഗ് റൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു പൊസിഷനിലോട്ട് വരിക. നിങ്ങളുടെ ആപ്സിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ്. പ്ലാങ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫുൾ ബോഡിക്ക് നല്ലൊരു എക്സസൈസ് ആണ്. നിങ്ങളുടെ കോർ മസിലൊക്കെ നല്ല രീതിയിൽ എൻഗേജ് ആക്കും. ഓക്കെ, അങ്ങനെ ബോഡി പോസ്റ്ററൊക്കെ കൃത്യമാക്കാൻ സഹായിക്കും. അടുത്ത നമ്മുടെ ആപ്സിന് വേണ്ടിയിട്ട് നമ്മൾ ലെഗ് റൈസും കൂടാണ് ചെയ്യാൻ പോകുന്നത്. 15 റെപ്പിറ്റേഷൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, 15 റെപ്പിറ്റേഷൻ നമ്മൾ ആർച്ചിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് ചെയ്തു, ലെഗ് റൈസ് ചെയ്തു. ഓക്കെ, ആദ്യത്തെ 5 മിനിറ്റ് നമ്മൾ 5 എക്സസൈസുകൾ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇതേപോലെ അടുത്ത 5 മിനിറ്റ് ഈ 5 എക്സസൈസുകൾ വീണ്ടും ആവർത്തിക്കുക. ഓക്കെ, വെറും 10 മിനിറ്റ് നിങ്ങൾ ചെയ്താൽ മതിയാവും. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഫുൾ ബോഡിയുടെ മസിൽസിനെ നമുക്ക് എൻഗേജ് ആക്കാൻ പറ്റും. അതേ കണക്ക് തന്നെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഇതിനകത്ത് ആദ്യത്തെ സെക്ഷൻ മാത്രമാണ് കാണിച്ചു തന്നത്. വീഡിയോ ലെങ്തായി പോകാതിരിക്കാനാണ് ഞാൻ അതായിട്ട് കുറയ്ക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.